ചിഡിയാത്താപ്പൂയിലുള്ള അതിമനോഹരമായ 2 ബീച്ചുകളാണ് ഈ വീഡിയോയിൽ. ഒന്ന് മുണ്ട പഹഡ് ബീച്ചും 2 ചിഡിയാത്താപ്പൂ സൺസെറ്റ് ബീച്ചും. ചിഡിയാത്താപ്പൂയിലുള്ള മുണ്ട പഹഡ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഇത്. കാടിൻ്റെ അകത്താണ്. ഒരു 10-30 കിലോമീറ്റർ നമ്മൾ ആൻഡമാനിൽ നിന്ന് പോർട്ട് ബ്ലെയറിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നാലാണ് ഇവിടെ എത്തുന്നത്. കാടിന് നടുവിൽ വളരെ സുന്ദരമായൊരു ബീച്ചാണിത്. ഒരുപാട് മരങ്ങൾ സൈഡിൽ നിൽപ്പുണ്ട്. അതുതന്നെയാണ് ഈ ബീച്ചിൻ്റെ ഭംഗിയും. ഇതാണ് ചിഡിയാപ്പേട്ടിലെ ബീച്ച്. കാടിന് നടുവിൽ ചിഡിയാത്താപ്പൂ, അതിനകത്തുള്ള മുണ്ട പഹഡ്. ഇവിടെ 4:30 ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് വരാൻ ശ്രമിക്കുക. ചിഡിയാത്താപ്പൂ ബീച്ച്. ആൻഡമാനിൽ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് കരിക്ക്. 50 രൂപ എവിടെ കിട്ടാനും വാങ്ങിച്ചോണം. 50 രൂപയ്ക്ക് എല്ലായിടത്തും 50 രൂപ. പക്ഷേ മുതുക്ക് കരിക്കായിരിക്കും ഇവിടുത്തെ മുതുക്ക് കരിക്ക്. പക്ഷേ ബാക്കി എലിഫന്റിലും ബാക്കി എല്ലായിടത്തും നോർമൽ. നമ്മുടെ പയ്യൻ വാള് വെക്കാൻ പോവുകയാണ്. ഗൈസ്, അപ്പോൾ ഈ ബീച്ച് അടിപൊളി ബീച്ചാണ്. പക്ഷേ ഇവിടെ നീന്താനൊന്നും പറ്റത്തില്ല. സ്വിമ്മിങ് നോട്ട് അലൗഡ് ആണ്. കാടിൻ്റെ അകത്തുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ജസ്റ്റ് വന്ന് കാണുക. നല്ല ഭംഗിയുണ്ട്. കുറേ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത ബീച്ച് കാണാം. അടുത്ത ഇതാണ് ചിഡിയാത്താപ്പൂ സൺസെറ്റ് ബീച്ച്. ഇവിടെ നിന്നാൽ സൺസെറ്റ് അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. കൊള്ളാം. നമ്മുടെ ഇൻസ്റ്റാ 360 വെള്ളത്തിൽ വീണു. അതിനുശേഷം വെള്ളത്തിൽ വീണതല്ല, വെള്ളത്തിലിട്ടു. കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ വർക്കാവുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാം നല്ല ഭംഗിയാണ്. അടിപൊളി. നിങ്ങൾ ചിഡിയാത്താപ്പൂ വരികയാണെങ്കിൽ ആദ്യം മുണ്ട പഹഡ് ബീച്ചിൽ പോവുക. കാരണം 4:30 മണിക്ക് ആ ബീച്ച് ക്ലോസ് ചെയ്യും. 4:30 മണിക്ക് മുമ്പ് അവിടെ എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ സൺസെറ്റ് ബീച്ചിലോട്ട് വരിക. സൺസെറ്റ് ബീച്ച് 5:30 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്. ആൻഡമാനിൽ സൺസെറ്റ് ഏകദേശം 5:30 മണി ടൈമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൂര്യാസ്തമയം ഇവിടെ കാണാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ അറിയാമെന്നുള്ളവർക്ക് പറ്റിയ സ്പോട്ടാണ്. നമുക്ക് പിന്നെ ഫോട്ടോ ഒന്നും അങ്ങനെ എടുക്കാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അടിപൊളി കണ്ടോ, എന്ത് രസമാണ്. ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. Wow.